ബഹുമാന്യനായ നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് അദ്ദേഹത്തിൻ്റെ എന്നോടൊപ്പം മറ്റ് രണ്ട് ജഡ്ജിമാരും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വല്ലാതെ ഒരു മനസ്സിനെ നമുക്ക് ബാധിക്കുന്നതാണ്. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം, വി ഡോണ്ട് ഹവ് ടൈം. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അവരുടെ CJP, അവരെ പാറ്റകൾ എന്ന് ഉള്ള രീതിയിൽ ആണ് ആദ്യം അദ്ദേഹം കണക്കാക്കിയത്. അപ്പോൾ എനിക്കുള്ള അറിയാനുള്ള ഒരു കാര്യം, വി ഡോണ്ട് ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ജുഡീഷ്യറിക്ക് പറയുന്നത് ഒരു ഭൂഷണമാണോ എന്ന് ആലോചിക്കണം. ഒരിക്കലും ഭൂഷണമല്ല. കാരണം വി ഡോണ്ട് ഹാവ് ടൈം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല. അപ്പോൾ പറഞ്ഞു, ഈ ഡൽഹിയിൽ നടന്ന ഇത് ആ ഉപദ്രവം, വിദ്യാർത്ഥികളെ ഈ യുവാക്കളെ ആക്രമിച്ചേക്കുന്നതും അടിച്ചൊതുക്കിയേക്കുന്നതിൻ്റെ ആയിട്ട് ഉള്ള വീഡിയോ ക്ലിപ്പിങ്സ് ഉണ്ട്, ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന അഭിഭാഷകൻ പറഞ്ഞപ്പം ഇതാണ് പറഞ്ഞത്, വി ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് ദോസ് വീഡിയോസ്. ഞങ്ങൾക്ക് അതിന് സമയമില്ലെന്ന്. സമയം ഉണ്ടാവണം സാർ, നിങ്ങൾക്ക് സമയം ഉണ്ടാകണം. സമയമില്ല എന്ന് പറയുന്നത് ഒരിക്കലും കോടതിക്ക് ഭൂഷണമല്ല. സമയം ഉണ്ടാകണം. അത് മാത്രമല്ല, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമയം വെറുതെ കളയരുത്, അതായത് പാഴാക്കരുത് എന്ന്. നിങ്ങൾക്ക് എന്താ സമയമുള്ളത്? എന്തിനാണ്? ജനങ്ങളുടെ പ്രശ്നമല്ലേ കൊണ്ടുവരുന്നത്? അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറി പിന്നെ എന്താകും? അങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ. ഇത് ബാക്കി ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒരു മാർഗവും ഇല്ല ആളുകൾക്ക്. അങ്ങനെയുള്ളപ്പോൾ ജുഡീഷ്യറി മാത്രമാണ് അവരുടെ ലാസ്റ്റ് റിസോർട്ട്, അവസാന ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറി ആയിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരില്ലേ? കാരണം വി ഡോണ്ട് ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടാവണം സാർ. നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് പിന്നെ എന്താ നിങ്ങൾ ചെയ്യുന്നത് എവിടെ ഇരുന്ന്? ഇതുപോലെ നാട്ടിൽ ഇത്രത്തോളം വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അവസാനത്തെ അത്താണി എന്ന് കരുതി അവർ കോടതിയിൽ വരുമ്പോൾ അത് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. ഒന്ന് ആലോചിക്കണം സാർ, നിങ്ങൾക്കുള്ള സമയത്തേക്കാൾ കൂടുതൽ അതുപോലെ തന്നെയല്ലേ ഈ വിദ്യാർത്ഥിനികളുടെ ഈ ചെറുപ്പക്കാരുടേത്? അവരവരുടെ സമയം കളയുന്നു. അവർ തെരുവിൽ വന്ന് കിടക്കുകയാണ്. എന്തിന്? ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. പരീക്ഷകൾ, NDA നടത്തുന്ന പരീക്ഷകൾ ഒന്നാകെ പരാജയപ്പെടുന്നു. അതിലെ ചോദ്യം പേപ്പർ ചോർച്ച ഉണ്ടാകുന്നു. NDA ഉടച്ചു വാർക്കണം എന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കോടതി തന്നെ ജുഡീഷ്യൽ നോട്ടീസ് എടുത്തിട്ട് അതിനകത്ത് സുവമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുകയല്ല. ഞാൻ എല്ലാ ബഹുമാനവും ജുഡീഷ്യറിയോട് നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഈ ധാരണകൾ, ഈ തീരുമാനങ്ങൾ തെറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ജുഡീഷ്യറി, അല്ലാതെ ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജുഡീഷ്യറി. ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഉള്ള അവസാനത്തെ അത്താണിയാണ് ജുഡീഷ്യറി. അതും ഇല്ലാതാവുമ്പോൾ ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? ഇപ്പോൾ ഈ ചെറുപ്പക്കാർ, അവർ ശരിയായ ഒരു ജെനുവിൻ കോസിന് വേണ്ടിയുള്ള സമരമാണ് അവർ നടത്തുന്നത്. അതിനെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പം എന്താണെന്നറിയോ, ഇത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രയോഗിച്ചേക്കാൻ പോലീസിന് അമിത്ഷാ അങ്ങ് അനുവാദം കൊടുത്തേക്കാണ്. അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അനുവാദം കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? 12 മാസം ഒരാളെ യാതൊരു വിചാരണയും ഇല്ലാതെ ജയിലിലിടാം. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ തല തല്ലിപ്പൊളിച്ചതും നട്ടല്ലടിച്ചൊടിച്ചതും ഒക്കെ അമിത്ഷായുടെ പോലീസ് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ പോലീസിന് അൺബ്രിഡിൽഡ് പവർ, കടിഞ്ഞാണില്ലാത്ത അധികാരം പോലീസിന് കൊടുക്കുകയാണ്. എന്താണ്? NSA പ്രയോഗിച്ചോളാൻ. കാരണം അവരെ കോടതി ആരാക്കണ്ട, NSA ആണെന്നുണ്ടെങ്കിൽ അവരെ കരുതൽ തടങ്കൽ എന്നുള്ള രീതിയിൽ അങ്ങ് ജയിലിൽ ഇടാം. അങ്ങനെ ഇവരെ ഇത്രയും ആളുകളെ ഇനി നിങ്ങൾ ആരെയൊക്കെ ജയിലിടും? മിസ്റ്റർ അമിത്ഷാ, നിങ്ങളൊന്ന് വിചാരിക്കണം, നിങ്ങൾ എത്ര പേര് ജയിലിടും? ആയിരക്കണക്കിന് കുട്ടികളാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്, ചെറുപ്പക്കാർ അവിടോട്ട്. അവർക്ക് ശബ്ദമില്ലേ? അവരുടെ ന്യായമായ ആവശ്യങ്ങളല്ലേ അവർ ഉന്നയിക്കുന്നത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഈ അഴിമതി നിങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇതുപോലെ അയാൾ കാണിച്ച അഴിമതി വീരൻ, അതുമൂലം ഉണ്ടായ അപകടങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കുള്ളതല്ലേ? നിങ്ങളെന്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി സാധാരണഗതിയിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം വെളിയിൽ നാക്ക് ഉണ്ടോ എന്ന് നമ്മൾ ബലമായിട്ട് തുറന്ന് പിടിച്ചു നോക്കിയാലേ നാക്കുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ള പ്രധാനമന്ത്രി ഒന്നിനും പ്രതികരിക്കത്തില്ല.
നിവർത്തിയില്ലാതെ ഇന്നലെ രാത്രി പ്രതികരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ഞങ്ങൾ അങ്ങനെയും ഇങ്ങനെയും ഒരുത്തനെയും വെറുതെ വിടത്തില്ല, ശിക്ഷ ഉറപ്പാക്കും, അതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാക്കും എന്നൊക്കെയാണ്. നിങ്ങൾ എത്ര ഫാസ്റ്റ് ട്രാക്ക് കോടതികളോ ഉണ്ടായിക്കോളൂ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. അതാ കഴിഞ്ഞ കാര്യത്തിന്. അതല്ല ഇപ്പം ഈ കുട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ന്യായമായ ആവശ്യമല്ലേ? ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തിന് ഈ രീതിയിൽ ഈ ചെറുപ്പക്കാരെ അടിച്ചമർത്തണം, ഒതുക്കണം, അവരെ നട്ടിലടിച്ചോടിക്കണം? ആ വെന്റിലേറ്റർ കിടക്കുന്ന സാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അത് രക്ഷപ്പെട്ട് വന്നാൽ പോലും അതിന് ഒരു രക്ഷയും, അത് അതിൻ്റെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ പുറത്തറിയരുത്, അതിന് വേണ്ടിയുള്ള പണികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും വിവരം വെളിയിൽ ആവുമല്ലോ, എന്തെങ്കിലും വിവരം പുറത്താവുമല്ലോ. ഇപ്പം എന്താ, ഇപ്പം എങ്ങനെയെങ്കിലും ഇവരെ ഈ കുട്ടികളെ കൊണ്ട് ഇത് ഒന്ന് നിർത്തിക്കണം. അതിനുള്ള പരിപാടിയാണ് ഇപ്പം ഇത് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. വാ തുറന്നത് നല്ലപ്പോഴേ സന്തോഷമുണ്ട് അത് ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ. സാധാരണ വിദേശത്ത് പോയാൽ പോലും വാറക്കത്തില്ല. പിന്നെ അദ്ദേഹം ഈ അവിടുത്തെ രാജ്യത്തലവന്മാരുമായിട്ട് മാത്രമുള്ള സംസാരം കാണും. അതൊക്കെ ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് എന്തായാലും ഒരു കാര്യം ചെയ്തോളൂ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആളിനെ ഇത്രയും പ്രൊട്ടക്റ്റിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അയാൾ മൂലമാണ്, അയാളാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം അയാൾ മാത്രമാണ്. ഇനി അതൊക്കെ ആയിക്കോട്ടെ, ഇത് അവസാനം കോടതി ചെല്ലുമ്പോൾ കിട്ടുന്നത് ഇതുപോലുള്ള വർത്തമാനവും ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ നമ്മുടെ ഈ ജനങ്ങൾക്ക്, ഈ കുട്ടികൾക്ക് എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അത് ചിന്തിക്കണ്ടേ കോടതികൾ ചിന്തിക്കണം. നാളെ നിങ്ങളിരിക്കുന്ന കസേരയിൽ വരെ കയറാൻ, ചിലപ്പോൾ അതിന് മുകളിലേക്കും കയറാൻ ഉള്ള ആളുകളാണ് നമ്മുടെ ഇന്നത്തെ യുവതി യുവാക്കന്മാർ. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അവർ ഈ യഥാർത്ഥത്തിൽ ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇപ്പം നടക്കുന്നത്. അവർ പറഞ്ഞ ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അയാൾ ഇങ്ങനെ ഒരു മന്ത്രി വേണ്ട, അത് പറഞ്ഞ ന്യായമല്ലേ? അതിന് പകരം അതിൻ്റെ സെക്രട്ടറിയെ മാറ്റി, ആ വകുപ്പിൻ്റെ സെക്രട്ടറി അങ്ങ് മാറ്റി വേറൊരു സെക്രട്ടറി കൊണ്ടുവച്ചേക്കുന്ന ആൾ നല്ല വൃത്തിയുള്ളവനാകട്ടോ, അഴിമതി വീരനാണ്. കാരണം നല്ല നേരായ മാർഗത്തിലൂടെ കേട്ടോ ചെയ്ത് ഭാര്യയ്ക്കും മകനും 1.16 കോടി രൂപ, അതായത് 1,16,00,000 രൂപ സബ്സിഡി വാങ്ങിയെടുത്തവനാണ് ഭാര്യയുടെയും മകൻ്റെയും പേർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനെ വേണം അവിടെ കൊണ്ടുവെക്കാൻ, അതിന് ഞാൻ പോയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതികളിൽ ചോദ്യം ചെയ്യുമ്പോൾ കോടതികൾ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പിന്നെ എന്തിനാ ടൈം? നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തോന്നിയാൽ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, യുവാക്കൾ അവിടെ വന്ന് അടികൊള്ളുന്നു ആ ഡൽഹിയിൽ. അവർ തമാശയ്ക്ക് വന്നതൊന്നുമല്ല, അവർ ജെന്യൂൻ ക്ലാസ്സിന് വന്നതാണ്. അപ്പോൾ അത് സമയം വേണം നമുക്ക്. അത് വേസ്റ്റ് ഓഫ് ടൈം അല്ല. എവർക്കും ജോലിയില്ലാത്തവരൊന്നും അല്ല, ഇവരും വേസ്റ്റ് ഓഫ് ടൈം അല്ല ഈ നടത്തുന്നത്. ഈ രാജ്യത്ത് നീതി നടന്നു കാണാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ നീതിന്യായ കോടതികൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായ രീതിയിൽ, ഒരു പോസിറ്റീവായ രീതിയിൽ ഇവരെ കാണണം, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ വി ഡോണ്ട് ഹാവ് ടൈം, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. അവിടെ നമ്മളിവിടെ എന്തിനാ ജഡ്ജിമാരെന്ന് പറയുന്നവരിയ്ക്കുന്നത്? ഞാനും ജഡ്ജിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുന്നവരുടെ അടുത്ത് ഒന്ന് കേൾക്കണം. ഇനി അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിങ് കാണണം. കണ്ണ് മരവിച്ചു പോകും കണ്ടാൽ, അതുകൊണ്ട് ഭയന്നായിരിക്കും കാണാത്തത്. പക്ഷേ കോടതികൾക്ക് ആ ഭയം വേണ്ട. വി ഡോണ്ട് ഹാവ് ടൈം, അതുപോലെ ദിസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കോടതികൾ അതൊന്നും മാറ്റണം. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയോടെ നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് ഒരു ചെറിയ വിരോധം വരാൻ ന്യായമുണ്ട്. അതിൻ്റെ കാരണം കോക്രോച്ച് എന്നുള്ള വാക്ക് ഉന്നയിച്ചത് അദ്ദേഹമാണ് കോടതിയിൽ. അവരാ പേരങ്ങ് ഏറ്റെടുത്തു. ഞങ്ങൾ ശരി, ഞങ്ങൾ പാർട്ടികളാണ് എന്ന് പറഞ്ഞാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള നേരിൽ വിരിഞ്ഞോട്ട് വന്നത്. അവരാ പേരങ്ങ് ഏറ്റെടുത്തു. പക്ഷെ അത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് അതൊരു ചെറിയ ഒരു വല്ലായ്മയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നത് പറഞ്ഞു, അവരത് ആ പേര് ഏറ്റെടുത്തു. നമ്മളെ ആക്ഷേപിക്കാനൊന്നും അല്ല അവരങ്ങ് ഏറ്റെടുത്തത്. സർക്കാസ്റ്റിക്കായിട്ട് അവരത് ഏറ്റെടുത്തു. അതുകൊണ്ട് മാത്രം അവരോട് വിരോധം പാടില്ല. അത് ജുഡീഷ്യറി ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ജഡ്ജിനും അങ്ങനെയുള്ള സ്വന്തം കാര്യത്തിൽ ഉള്ള കാര്യം വെച്ചുകൊണ്ട് ആരെടുത്തും വൈരാഗ്യമൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തോന്നാൻ പാടില്ല. വി ഡോണ്ട് ഹാവ് ടൈം എന്ന് പറയാനും പാടില്ല. നല്ലതല്ല അത്. കാരണം ജുഡീഷ്യറിക്ക് ഭൂഷണമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും സമയം വൈകിട്ടില്ല. സുപ്രീം കോടതി ഇതിൽ ഇടപെടേണ്ടത് തന്നെയാണ്.